നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാർക്ക് പറുദീസ നഷ്ടപ്പെട്ടത് അനുസരണക്കേട് കൊണ്ട് മാത്രമാണ്. അനുസരണക്കേടിൻ്റെ കാരണം എന്താ? അഹങ്കാരമാണ്. എളിമയില്ലാത്തതുകൊണ്ട് അനുസരണക്കേട്. അതാണ് നമ്മൾ വിശ്വാസത്തെ അനുസരിക്കാത്തതിൻ്റെ കാരണം. എപ്പോഴും ഒന്ന് കൂടുതൽ ചർച്ച വരുന്നു, എപ്പോഴും തർക്കുത്തരം എന്താണ്, ഇവർക്ക് തർക്കിക്കുന്നതുകൊണ്ട്, അനുസരിക്കാൻ മേലാത്തതുകൊണ്ടാണ് തർക്കിക്കുന്നത്. അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരുപാട് തർക്കങ്ങൾ നടത്തുവേ. അനുസരിക്കുന്നവന് തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പരിശുദ്ധ അമ്മ ഒത്തിരി തർക്കിക്കുന്നില്ല. അതിൻ്റെ കാരണം എളിമയുള്ളവർക്ക് അനുസരിക്കാൻ പറ്റുവേ. അല്ലാത്തവർക്ക് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം മുഴുവനും അങ്ങനെയാണ് ഇങ്ങനെയല്ലേ ചോദ്യോത്തരങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് അങ്ങനെയുള്ളത് സംസാരിക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് സമയം കൊടുക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ സമയം കൊടുക്കുക. വിലപ്പെട്ട സമയങ്ങൾ, കൃപയുടെ സമയങ്ങളൊന്നും അത്തരം ആളുകൾക്ക് കൊടുക്കരുതെന്നാണ് പരിശുദ്ധാത്മാവ് ബൈബിളിൽ പറഞ്ഞു തന്നെ. അപ്പോൾ അത്തരം ആൾക്കൊന്നും ഡെലിവറൻസ് പ്രയറിനും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും, കാരണം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമലേഖനം 16:17-18 സഹോദരൻ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിവെഴുപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. കണ്ടോ, നിങ്ങളുടെ അനുസരണമാണ് തിരുസഭയുടെ പുണ്യതാണ്. തിരുസഭയിൽ അനുസരണമാണ്. ഈ അഹങ്കാരിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അവനെപ്പോഴും തർക്കുത്തരങ്ങളും അവൻ്റെതായ ചിന്താഗതി. അവൻ പറയും ഞാൻ എളിമയുള്ളൂ, വേണമെങ്കിൽ ഭയങ്കര കരച്ചിൽ കരയും, പക്ഷേ ഉള്ളിൽ അഹങ്കാരമാണ്. അപ്പോൾ അനുസരണമില്ല. അനുസരണം എന്ന് വെച്ചാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ. ഇവിടെ പറയുന്നത് വചനമാണ് വേണ്ടത്, ദൈവവചന ഹൃദയം. അതുകൊണ്ട് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഔഷധങ്ങൾ കൊണ്ടല്ല ഒരു ശുശ്രൂഷകയോ നിത്യജീവിത വാസമൊക്കെ പോകുന്നത്. നേരെ മറിച്ച് ദൈവവചനത്തോടുള്ള ബന്ധം, വചനം ഈശോയോടുള്ള ബന്ധം, ദൈവവചനം നമ്മുടെ ഹൃദയം ഉണ്ടാകുക. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായി മനുഷ്യ തുല്യനായിരിക്കും. ഇവിടെ ദൂരമുണ്ട് കർത്താവെ എന്ന് വിളിക്കും. അപ്പം പറഞ്ഞത് എൻ്റെ നാമത്തിൽ വിശ്വാസികൾ. അപ്പം ഒരുപക്ഷെ ഇതൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വചനവും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഈ ശുശ്രൂഷകൾ മുഴുവൻ നടത്താൻ പറ്റും. പൈശാചത്തിൽ ബഹിഷ്കരിക്കലും രോഗശാന്തികളും വരദാനങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റും. ഒരു വചനമില്ലാതെ ചെയ്യാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ ഈ വചനം എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വചനമാണ് അടിത്തറ. ദൈവവചനത്തെ മുറുകെ പിടിക്കുക, അത് അണുവിട് പോലും വ്യതിചലിക്കാതിരിക്കുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സങ്കീർത്തനം 119:11 അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായി മനുഷ്യ തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അവ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അവ വീണില്ല. എന്തുകൊണ്ട്? നല്ലത് പാറമേൽ സ്ഥാപിത. പാറ എന്ന് പറയുന്നത് അത് വചനമാണ്. ഉറപ്പുള്ളത് വചനം മാത്രമാണെന്ന് പറയുന്നത്. പാറമേൽ സ്ഥാപിച്ച് പാറപ്പുറത്ത് പണിയുന്നതിനെക്കുറിച്ചല്ല, ജീവിതം പണിയുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കെട്ടിടമോ വീടോ നാട്ടിലെ വീട് പണിയുന്ന കാര്യത്തെക്കുറിച്ചല്ല, നമ്മുടെ ജീവിതം പണിയുന്നതിനെക്കുറിച്ച്. ആ പാറമേൽ പണിച്ചാൽ വചനത്തിൽ പണിയണം.